ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരും. 5.25% റിപ്പോ നിരക്ക്. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് പണനയം പ്രഖ്യാപിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം നാളെ വിധിയെഴുതും. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി ജനവിധി തേടുന്നത്. 2.71 കോടി വോട്ടർമാർ സംസ്ഥാനത്ത് സമ്മതിദാനാവകാശം വിനിയോഗിക്കും. ഈ സമയത്ത് പ്രകടനങ്ങളോ പൊതുയോഗങ്ങളോ മൈക്ക് കെട്ടിയുള്ള പ്രചാരണമോ പാടില്ല. ജാഥകൾ, ഘോഷയാത്രകൾ, സംഗീത പരിപാടികൾ, നാടകങ്ങൾ തുടങ്ങി വോട്ടർമാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള മറ്റ് വിനോദ പരിപാടികൾക്കും നിരോധനമുണ്ട്. ടെലിവിഷൻ, സിനിമ തുടങ്ങിയവ വഴിയും റേഡിയോയിലൂടെയുമുള്ള പ്രചാരണങ്ങൾക്കും നിരോധനം ബാധകമാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ ആരംഭിച്ചു. വോട്ടെടുപ്പിന് പോളിംഗ് ഏജന്റുമാരുടെ ഇരിപ്പിട ക്രമീകരണം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടില്ലെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ പോളിംഗ് ബൂത്തുകളിൽ ഇരിക്കാൻ അനുവദിക്കില്ലെന്ന് അവകാശപ്പെടുന്ന ചില വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്നാണ് വിശദീകരണം. പോളിംഗ് ഏജന്റുമാരെ സംബന്ധിച്ച നിലവിലുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും മാറ്റമില്ലാതെ തുടരുമെന്നും കമ്മീഷൻ അറിയിച്ചു. വോട്ടർ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ഇന്ന് വൈകുന്നേരം സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും നടത്താൻ നിശ്ചയിച്ചിരുന്ന മനുഷ്യ ശൃംഖലയും ദീപം തെളിയിക്കലും ജില്ലകളിൽ നടത്താനിരുന്ന വിളംബര ഘോഷയാത്രകളും സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. എന്നാൽ സംസ്ഥാന തലത്തിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള വിളംബര ഘോഷയാത്ര വൈകിട്ട് തിരുവനന്തപുരം പാളയത്ത് നിന്ന് ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം, അസം, പുതുച്ചേരി നിയമസഭകളിലേക്ക് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അന്താരാഷ്ട്ര തിരഞ്ഞെടുപ്പ് സന്ദർശക പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ SS സന്ധു, വിവേക് ജോഷി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിലെ 5 വിദേശ നയതന്ത്ര കാര്യാലയങ്ങളിലെ അംഗങ്ങൾ ഉൾപ്പെടെ 23 രാജ്യങ്ങളിലെ 43 പ്രതിനിധികളാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് വീക്ഷിക്കാനെത്തുന്നത്. സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഹരിത ചട്ടങ്ങൾ പാലിച്ച് നടത്താൻ തീരുമാനം. പോളിംഗ് ബൂത്തുകൾ, പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഒറ്റത്തവണ പ്ലാസ്റ്റിക് വസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം പ്ലാസ്റ്റിക് തെർമോകോൾ പാത്രങ്ങളും നിരോധിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറമെ നാളെ വോട്ടെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയിലും അസമിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. അസമിലെ 126 മണ്ഡലങ്ങളിലേക്കും പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മാസം 23-ന് വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലെയും പശ്ചിമ ബംഗാൾ ആദ്യഘട്ട തിരഞ്ഞെടുപ്പിലെയും പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയും ഇന്നലെ നടന്നു. 23-നും 29-നും 2 ഘട്ടങ്ങളായാണ് പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. അമേരിക്കയും ഇറാനും 2 ആഴ്ചത്തെ വെടിനിർത്തലിന് സമ്മതിച്ചതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം. കരാർ പ്രകാരം ഇരുവശത്തു നിന്നുമുള്ള ആക്രമണങ്ങൾ ഉടൻ നിർത്തലാക്കുകയും ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പലുകൾക്ക് തുറന്നുകൊടുക്കുകയും വേണം. കരാർ നയതന്ത്രത്തിന്റെ വിജയമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം ഇറാന്റെ 10 നിർദ്ദേശങ്ങൾ US അംഗീകരിച്ചത് വിജയമെന്ന് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിലും അവകാശപ്പെട്ടു. ഇറാനെതിരായ ആക്രമണം 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ ഇസ്രയേൽ പിന്തുണയ്ക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. എന്നാൽ വെടിനിർത്തലിൽ ലെബനൻ ഉൾപ്പെടുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. US-ഉം ഇറാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായതോടെ ആഗോള എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് ഏകദേശം 15.9% ഇടിഞ്ഞ് $92.3 ഓഹരി വിപണികളും കുതിച്ചുയർന്നു. സെൻസെക്സ് 2811 പോയിന്റ് നേട്ടത്തിൽ 77,414-ലും നിഫ്റ്റി 828 പോയിന്റ് ഉയർന്ന് 23,948-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി പവന് 2,920 രൂപ വർദ്ധിച്ച് 1,12,800 രൂപയും ഗ്രാമിന് 14,100 രൂപയുമാണ് ഇന്നത്തെ വില. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് 27 റൺസിന് വിജയിച്ചിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.